നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻ ഡിയോർ പുരസ്കാരം ഇത്തവണ റോഡ്രിക്ക ലഭിച്ചത്. എന്നാൽ ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് വിനി ജൂനിയർക്കാണ്. ഏത് പുരസ്കാരമാണ് കൂടുതൽ മികച്ചത്, അല്ലെങ്കിൽ ഏതിനാ കൂടുതൽ വാല്യൂ, ഇതൊക്കെ ആരാധകർക്കിടയിലുള്ള തർക്കമാണ്. ഈ രണ്ട് പുരസ്കാരങ്ങൾ തമ്മിൽ തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് ഈ രണ്ട് പുരസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആദ്യം നോക്കുക. ഇപ്പം ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുന്നത് ഫിഫയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതേസമയം ബാലൻ ഡിയോർ സമ്മാനിക്കുന്നത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനാണ്. ബാലൻ ഡിയോർ 1956 മുതൽ കൊടുക്കുന്നുണ്ട്. അതേസമയം ഫിഫ ബെസ്റ്റ് പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് 1991 മുതലാണ്. അന്ന് അതിൻ്റെ പേര് ഫിഫ ബെസ്റ്റ് എന്നല്ല, ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന രൂപത്തിലാണ് ആദ്യം കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ 2010 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ ഈ രണ്ട് അവാർഡുകൾ കൂടി ഒന്നായി. അതായത് ഫിഫ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിനുമായി ചേർന്ന് ബാലൻ ഡിയോറും ഫിഫ അവാർഡും ഒന്നാക്കിക്കൊണ്ട് ഫിഫ ബാലൻ ഡിയോർ എന്ന പേരിൽ കൊടുത്തു. 2016 മുതൽ ഇത് വീണ്ടും രണ്ട് വഴിക്ക് പിരിഞ്ഞു. ബാലൻ ഡിയോർ അവരുടെ വഴിക്ക് പോയി, ഫിഫ പുതിയ പേരിലേക്ക് അവരുടെ അവാർഡ് മാറ്റി, ദി ബെസ്റ്റ് അവാർഡ് എന്ന പേരിലേക്ക് അവർ കാര്യങ്ങളും മാറ്റി. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരത്തിന് പരിഗണിച്ചിട്ടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2023 ഓഗസ്റ്റ് 21 മുതൽ 2024 ഓഗസ്റ്റ് 10 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ഫിഫയുടെ അവാർഡിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ആദ്യം വരികയാണ്. 1991 മുതലാണ് ഫിഫ ബെസ്റ്റ് പ്ലെയർക്കുള്ള പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നത്. പുരുഷ വിഭാഗത്തിൽ. വനിതാ വിഭാഗത്തിലാവട്ടെ 2001 മുതലാണ് കൊടുക്കുന്നത്. പിന്നെ ഫിഫ ഇവിടെ ജേർണലിസ്റ്റുകളുടെ മാത്രം വോട്ടല്ല പരിഗണിക്കുന്നത്, മറിച്ച് വോട്ട് ചെയ്യാൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്ക്, ദേശീയ ടീമിൻ്റെ കോച്ചുമാർക്ക്, അതുപോലെ തന്നെ ജേർണലിസ്റ്റുകൾക്ക്, പിന്നെ ആരാധകർക്ക് 4 വിഭാഗത്തിന് വോട്ടിംഗ് അവകാശമുണ്ട്. എന്ന് മാത്രമല്ല, ഈ 4 വിഭാഗത്തിൻ്റെ വോട്ടുകൾക്കും ഒരേ വെയിറ്റേജാണ്, 25% വെയിറ്റേജാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ആർക്കാണ് എന്ന് തീരുമാനിക്കുന്നത്. ഫിഫ ഇത്തവണ 11 പേരുടെ ലിസ്റ്റാണ് മെൻസ് പ്ലെയർ അവാർഡിനായിട്ട് പുറത്തുവിട്ടിരുന്നത്. അതിൽ നിന്നാണ് വോട്ടിങ്ങിലൂടെ ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അതേസമയം ബാലൻ ഡിയോറിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. 1956 ബാലൻ ഡിയോർ കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞാലും അത് യൂറോപ്യന്മാരായിട്ടുള്ള താരങ്ങൾക്ക് മാത്രമാണ് കൊടുത്തിരുന്നത്. യൂറോപ്പിൽ കളിക്കുന്ന യൂറോപ്യന്മാരായിട്ടുള്ള താരങ്ങൾക്ക് മാത്രം. 1994 മുതലാണ് അത് നോൺ യൂറോപ്യൻ പ്ലെയേഴ്സിനും കൊടുക്കാൻ തുടങ്ങിയത്. 2006 മുതലാണ് എല്ലാ റെസ്ട്രിക്ഷൻസും ഒഴിവാക്കുന്നത്. സോ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ എല്ലാ റെസ്ട്രിക്ഷൻസും ഒഴിവാക്കി ബാലൻ ഡിയോർ അഥവാ സ്വർണ്ണപ്പന്ത് എന്നു പേരുള്ള അവരുടെ അവാർഡ് കൊടുക്കാൻ തുടങ്ങുന്നത് 2006 മുതലാണ് എന്ന് പറയേണ്ടി വരും. ഫിഫ ബെസ്റ്റിന് വേണ്ടി 11 പേരുടെ നോമിനേഷൻ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടതെങ്കിൽ ബാലൻ ഡിയോറിന് വേണ്ടി 30 പേരുടെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റാണ് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തു വിടാറുള്ളത്. അതായത് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ എക്സ്പേർട്സ് 30 പേരുടെ ഒരു നോമിനേഷൻ ലിസ്റ്റ് എടുത്ത് പുറത്തുവിടും. എന്നിട്ട് ഫിഫ റാങ്കിങ്ങിൽ ആദ്യ 100 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളിലെ ജേർണലിസ്റ്റുകൾക്ക് ഓരോരായിരുന്നു ഒരാൾ, അങ്ങനെ 100 ജേർണലിസ്റ്റുകൾക്ക് വോട്ടിങ്ങിനുള്ള അവസരം കൊടുക്കും. അവരാണ് വോട്ട് ചെയ്യുന്നത്. അവരാണ് ബാലൻ ഡിയോർ ആർക്കാണെന്ന് തീരുമാനിക്കുന്നത്. ആ 100 പേരാണ് എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ ടോപ്പ് 5 ആണ് കൊടുക്കേണ്ടത്. അതായത് 5 വോട്ടുകൾ അവർക്ക് രേഖപ്പെടുത്താം. ഏറ്റവും അധികം ആർക്കാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത് അത് ഫസ്റ്റ് വോട്ട്, ദെൻ സെക്കൻഡ് വോട്ട്, തേർഡ് വോട്ട്, ഫോർത്ത് വോട്ട്, ഫിഫ്ത്ത് വോട്ട്, അങ്ങനെ കൊടുക്കാം. അതിൽ നിന്ന് ഹയസ്റ്റ് വോട്ടിംഗ് പോയിന്റുകൾ ലഭിക്കുന്നയാൾക്കാണ് ബാലൻ ഡിയോർ കൊടുക്കുന്നത്. അതേസമയം ഫിഫ ബെസ്റ്റിൽ അങ്ങനെയെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഫിഫ ബെസ്റ്റിൽ 4 വ്യത്യസ്ത ആളുകളുണ്ട് ഈ വോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അതിൽ 3 വോട്ടുകളാണ് ഒരാൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് വോട്ട് ഒരാൾക്ക് അതിന് 5 പോയിൻറ്റ്, രണ്ടാമത്തെ വോട്ട് 3 പോയിൻറ്റ്, മൂന്നാമത്തെ വോട്ട് 1 പോയിൻറ്റ്. അപ്പോൾ 4 വിഭാഗം: ദേശീയ ടീമിൻ്റെ കോച്ചുമാർ, ദേശീയ ടീമിൻ്റെ നായകന്മാർ, ആരാധകർ, പിന്നെ ജേർണലിസ്റ്റുകൾ. സോ കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള വോട്ടിംഗ് പാനലാണ് ഫിഫ ബെസ്റ്റിനുള്ളത് എന്നത് സമ്മതിച്ചേ പറ്റൂ. എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുന്നത്. മറ്റൊരു 100 പേര് മാത്രം തീരുമാനിക്കപ്പെടുന്ന, ജേർണലിസ്റ്റുകൾ തീരുമാനിക്കപ്പെടുന്ന ഒരു അവാർഡാണ് ബാലൻ ഡിയോർ എന്ന് പറയുന്നത്. സോ
കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു ആവറേജൊക്കെ കൊടുത്തെടുക്കുന്നത് ഫിഫ ബെസ്റ്റാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറുഭാഗത്ത് 100 പേര് മാത്രമാകുമ്പോൾ ബയാസ്ഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലോ കഴിഞ്ഞ വാലണ്ടിയർ വോട്ടിങ്ങിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. ചില രാജ്യത്തെ ആളുകളൊക്കെ പറഞ്ഞു, ജേർണലിസ്റ്റ് തുറന്നങ്ങ് പറഞ്ഞില്ലേ തെറ്റ് പറ്റിയിട്ടുണ്ട് വോട്ട് ചെയ്തതിൽ. ചില പ്രത്യേക രാജ്യങ്ങളിൽ നിന്ന് ബയാസ്ഡായിട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതും പിന്നീട് പുറത്തേക്ക് വരികയും ചെയ്തു. ഫ്ലോറന്റീനോ പെരസൊക്കെ അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സോ അതാണ് ഈ 2 അവാർഡുകളുടെ തെരഞ്ഞെടുപ്പ് തമ്മിലുള്ള വ്യത്യാസം. സോ ഒരു സംശയവും വേണ്ട, കുറച്ചുകൂടി കോംപ്രഹെൻസീവായിട്ടുള്ള വോട്ടിംഗ് രീതികളും മറ്റുമൊക്കെയുള്ളത് ഫിഫ ബെസ്റ്റിന് തന്നെയാണ്. പക്ഷേ ഫുട്ബോൾ ലോകം ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത് ബാലൻഡിയോറിനാണ്. ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ കൊടുക്കുന്ന ആ ഒരു അവാർഡിനാണ് കൂടുതൽ പ്രാധാന്യം പലപ്പോഴും ഫുട്ബോൾ ലോകം കൊടുത്തു വരുന്നത്. ഒരുപക്ഷേ ഇടക്കാലത്ത് ഫിഫയുമായിട്ട് കൂടിച്ചേർന്ന് ഫിഫ ബാലൻഡിയോർ കൊടുത്തതോടുകൂടി അവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ബാലൻഡിയോർ എന്ന് പറയുന്നത് ഒരു മാഗസിൻ ജേർണലിസ്റ്റുകളെ വെച്ച് മാത്രം തിരഞ്ഞെടുക്കുന്ന ഒന്നാണെങ്കിൽ ഫിഫ ബെസ്റ്റ് ഫുട്ബോൾ ലോകത്തെ ആധികാരിക സംഘടനയായ ഫിഫ നൽകുന്ന അവാർഡാണ് കുറച്ചുകൂടി കോംപ്രഹെൻസീവാണ്. സോ ഇതിലേതാണ് മികച്ചത് എന്നുള്ളത് ചോദിച്ചാൽ 2 തരത്തിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. പോപ്പുലാരിറ്റിയിലും സ്വീകാര്യതയിലും ഒക്കെ കൂടുതൽ ബാലൻഡിയോറിന് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി കൃത്യമായ കോംപ്രഹെൻസീവായ വോട്ടിംഗ് സ്ട്രാറ്റജി ഒക്കെ നോക്കി കൊടുക്കുന്ന അവാർഡ് ഫിഫ ബെസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.